സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകണ്ട. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിനോട് എല്ലാ അർത്ഥത്തിലുള്ള ബഹുമാനവും എല്ലാം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അറിഞ്ഞുകൂടാത്ത പല ആൾക്കാരും, ഇപ്പൊ പാട്ടുകാരിയാണെന്ന് പല ആൾക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ തട്ടിമുട്ടിയിലും ഒക്കെ ഞാൻ അഭിനയിക്കാൻ വരുന്ന സമയത്ത് പല ആൾക്കാർക്കും ഞാൻ പാട്ടുകാരിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പാട്ടുകാരിയാണ് എന്നുകൂടി അറിയിച്ച ഒരു ഷോ ആണ് ബിഗ് ബോസ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും കൂടി അതിനൊരു സൈഡ് ഉണ്ട്, ആ ഒരു സൈഡും കൂടെ ഉണ്ട്. റീ എൻട്രിയില് ഇനിയിപ്പോ നശിക്കാനൊന്നും ഇല്ലല്ലോ. നല്ല പേയ്മെന്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ റീഎൻട്രി ചെയ്യാം. PR ചെയ്യും. ഇനി PR കൊടുക്കുക, സീക്രട്ട് ആയി വെക്കുമല്ലേ, കോൺഫിഡൻഷ്യൽ PR. നമ്മുടെ ലാരുടെ ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അതെ അതെ അതെ. എന്റെ അടുത്ത് ഖേദിക്കുന്നുണ്ടോന്നുള്ള ആദ്യം ചോദിച്ചല്ലേ? ഒട്ടും ഖേദിക്കുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച് തന്നെയാണ് പോയത്. അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ചില്ലി ചിക്കൻ വാങ്ങിച്ചു കഴിച്ചിട്ട് അത് കൊള്ളത്തില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഇഷ്ടത്തോടെ കഴിച്ച സാധനമാണ്. അതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ, അനുഗ്രഹീത നടനെ ഞാൻ മുമ്പൊരിക്കലും ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റിന്റെ ക്രൂ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ പോകുന്നായിരുന്നു. സിനിമയുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഷൂട്ടിംഗ് ഔട്ട്ഡോർ ആണ്, ഷൂട്ടിംഗ് വണ്ടി തന്നെ പോയത്. ഞാനും പോയപ്പോൾ എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നെ കാണിച്ചു കൊടുത്തു, ഇത് മുൻഷി രഞ്ജിത്ത്, അദ്ദേഹം ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ഇയാളാണ്.